ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ചെയ്യാനുള്ള യാതൊരു മൂടുമില്ല. കാരണം പത്രങ്ങൾ എടുത്ത് നോക്കിയാലും ചാനലുകൾ തുറന്നാലും മനുഷ്യന് വിഷമമുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന, മനുഷ്യന് യാതൊരു രീതിയിലുള്ളതായ സന്തോഷമുണ്ടാക്കാത്ത വാർത്തകളാണ് വരുന്നത്. ഇന്നലത്തെ പത്രം എടുത്ത് നോക്കി, മനോരമ പത്രം എടുത്ത് നോക്കിയപ്പോൾ ഫ്രണ്ട് പേജിൽ ഒരാളിൻ്റെ ഫോട്ടോ കസേരയിലിരിക്കുന്നു. സദാനന്ദൻ കൃത്രിമക്കാലുകളുമായി രാജ്യസഭയിലേക്ക്. അതാണ് വാർത്ത. വായിച്ചു നോക്കിയപ്പോൾ 34 വർഷങ്ങൾക്ക് മുമ്പ്, 1994 ജനുവരി 25 രാത്രി മട്ടന്നൂരിനടുത്ത് ഉരുവച്ചാൽ ടൗണിൽ വെച്ച് സദാനന്ദനെ CPM പ്രവർത്തകർ ആക്രമിക്കുന്നു. 2 കാലുകളും വെട്ടിയെടുക്കുന്നു. 2 കാലുകളും മുട്ടിന് താഴെ വെട്ടിമാറ്റി ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം കൃത്രിമക്കാൽ വെച്ചു പിടിപ്പിച്ചു. അപ്പോ അതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. ഒരു പാർലമെന്റ് അംഗമാകാൻ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിയാൽ നോമിനേറ്റ് ചെയ്യപ്പെടാൻ അർഹത എന്ന് പറയുന്നത് 2 കാലും ഇല്ലാത്ത സദാനന്ദന് ഉള്ള യോഗ്യത ഏതാണ്? അപ്പൊ മനസ്സിലാക്കണം. അപ്പോൾ വായിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് സദാനന്ദൻ ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകന് അക്രമികളുമായി പോയി ആക്രമിക്കുന്നു. വധശ്രമം, അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അടിച്ചുകൂട്ടി റെഡിയാക്കി കാലും കൈയും ഒക്കെ അടിച്ചൊടിച്ച് അദ്ദേഹത്തിനെ കളഞ്ഞിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് സദാനന്ദന് CPMകാർ വന്ന് ആക്രമിക്കുന്നു. 2 കാലുകളും വെട്ടിമാറ്റി. അപ്പോൾ അദ്ദേഹം പിന്നെ BJP അധ്യക്ഷനായി 2016-ലും 2021-ലും ഒക്കെ ഇലക്ഷന് നിൽക്കുന്നു. 2016-ലും പിന്നെ നിന്നത് ഏത് വർഷമാണ്? 2020. അധ്യാപകനായി 2020-ൽ വിരമിച്ചു. അധ്യാപകനായി വർക്ക് ചെയ്തു 1999. 2020-ൽ അധ്യാപകത്തിൽ നിന്ന് വിരമിച്ച ശേഷം സജീവ രാഷ്ട്രീയത്തിലായി. 2014-ലും 2021-ലും കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റു. BJPക്കാരനൊന്നും ജയിച്ചിട്ടില്ലല്ലോ എന്നൊന്നും. എന്തായാലും ശരി, ഇപ്പോ ഭാഗ്യം കൊണ്ട് മോഡി അധികാരത്തിൽ വന്നു. 2026 കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. അതിന്റെ മുന്നോടിയായി സദാനന്ദൻ എന്ന വ്യക്തിയെ കൃത്രിമക്കാലുകളുമായി പാർലമെന്റിലേക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം? BJPയും RSSകാരും വധശ്രമത്തിന് CPMകാരനായ ഒരു ജനാർദ്ദനന്റെ വധശ്രമത്തിന് കേസെടുക്കപ്പെട്ട വ്യക്തിയാണ് ഈ സദാനന്ദൻ. അപ്പൊ അദ്ദേഹത്തിന്റെ യോഗ്യത അതാണ്. സദാനന്ദന് 1994 ജനുവരി 25 രാത്രിയാണ് കാല് വെട്ടിയെടുക്കുന്നത്. അപ്പൊ കണ്ണൂർക്കാരെ സംബന്ധിച്ചിടത്തോളം കാല് വെട്ടലും കൈവെട്ടലും തലവെട്ടലും ഒന്നും അവർക്ക് തെരിയല്ല. അവർ കാലും വെട്ടും കൈയും വെട്ടും തലയും വെട്ടും എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോ പിറ്റേന്ന് തന്നെ ജനുവരി 26-ന് തന്നെ CPM BJPക്കാരും RSSകാരും അടങ്ങുന്ന സംഘം SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന KV സുദേശിന്റെ വീട്ടിലെത്തി. അന്ന് സുദേശിന് 27 വയസ്സാണ്. മാതാപിതാക്കളുടെ മുമ്പിലിട്ട് വെട്ടി കൊന്നു. അവർ എത്രമാത്രം കരഞ്ഞ് കേണപേക്ഷിച്ചിട്ട് പോലും ഈ BJPക്കാരും RSSകാരും വിട്ടില്ല. സദാനന്ദന്റെ 2 കാല് മാത്രമേ വെട്ടിയുള്ളൂ. ആ 27 വയസ്സുള്ള സുധീഷിന് ആ മാതാപിതാക്കളുടെ മുമ്പിലിട്ട് വെട്ടി കൊലപ്പെടുത്തിയിട്ടാണ് അവർ പോയത്. മരിച്ചു എന്ന് തീർച്ചപ്പെടുത്തിയതിനു ശേഷമാണ് അവർ പോയത്. അപ്പോ ഈ സുധീഷിന്റെ കുടുംബത്തിലുള്ളവരും ഇവിടെ ഉണ്ട്. പാർലമെന്റിൽ മെമ്പറാക്കും, രാജ്യസഭയിൽ മെമ്പറാക്കും, അല്ലെങ്കിൽ നിയമസഭയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കും. എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യില്ല. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണ് കേരളത്തിൽ. രാഷ്ട്രീയം മാത്രമല്ല,
വർഗീയതയുടെ അതിപ്രസരമാണ്. അപ്പോ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അവൻ കൊല്ലപ്പെട്ടാൽ, അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളിനെ അക്രമത്തിലൂടെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് വളരെയധികം എന്താണ് ഭയപ്പെടുത്തുന്ന രീതിയിൽ കൊലപ്പെടുത്തിയാൽ അവർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു ലോകം ദുനിയാവിലുണ്ടെങ്കിൽ, ഈ ലോകത്തുണ്ടെങ്കിൽ അത് കേരളം അല്ലെങ്കിൽ ഇന്ത്യയാണ്, പ്രത്യേകിച്ച് കേരളമാണ്. അപ്പോൾ കേരളത്തില് BJP-ക്കാരും RSS-കാരും ഇപ്പോൾ അവരുടെ മൂട് താങ്ങി കിടക്കുന്ന ക്രിസംഗികളും വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് 10 സീറ്റ് കിട്ടണം, കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റ് മെമ്പർ വേണം, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തില് അവർക്ക് മുഖ്യ പങ്ക് വഹിക്കണം. ഇപ്പൊ അവരെ ആഗ്രഹം എന്ന് പറയുന്നത് അമിത്ഷാ 2 ദിവസം മുമ്പ് വന്നിരുന്നു കേരളത്തിൽ. വന്നിട്ട് പറഞ്ഞത് എന്താണ്? കേരളത്തില് അടുത്ത ഭരണം 2026 ഭരണം പിടിക്കുന്നതാണ്. അപ്പോ ഇതിനു മുമ്പ് ഒരു സുരേന്ദ്രൻ പറഞ്ഞത് 30 സീറ്റ് ഞങ്ങൾ പിടിക്കും, അതിനുശേഷം ഞങ്ങൾ ഭരണം പിടിക്കും. അതായത് 30 സീറ്റ് അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ പൈസ കൊടുത്ത്, അല്ല പിന്നെ എങ്ങനെയാണ് 140 സീറ്റുള്ള കേരളത്തില് 30 സീറ്റ് BJP-ക്ക് കിട്ടിയാൽ അവൾ കേരള ഭരണം പിടിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ആളുകളെ കൊണ്ട് BJP-യുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. ഇപ്പൊ അമിത്ഷാ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ കേരള ഭരണം പിടിക്കും, എങ്ങനെയും പിടിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയും പിടിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ബാലറ്റ് കൃത്രിമം കാണിക്കാം, ഏതെല്ലാം രീതിയിൽ അവർ പിടിക്കാം. ബാലറ്റ് പെട്ടിയും ബാലറ്റ് ബോക്സുകളും കളക്ട് ചെയ്ത് വെക്കുന്ന ബോക്സുകളും വോട്ടിങ് കഴിഞ്ഞുള്ള ബോക്സുകൾ അവർക്ക് ഒന്നോടെ മുക്കാം. അവർക്ക് വേണമെങ്കിൽ വേറെ പുതിയതായിട്ട് BJP-ക്കാർക്ക് ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി അവർക്ക് അധികാരം പിടിക്കാന്നൊക്കെയാണ്. ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപക്ഷെ നടക്കുമായിരിക്കും, കേരളത്തിൽ നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. കേരളം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ്, ലോകത്തിന് മാതൃകയാണ്. അപ്പോ അതൊന്നും BJP-ക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്തായാലും ശരി, ഇപ്പൊ അവര് അധികാരം പിടിക്കട്ടെ. എന്തായാലും സദാനന്ദനെ അവർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തു. അങ്ങനെ സദാനന്ദൻ പോകുന്നത് ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. കൊലപാതക കേസിലെ പ്രതിയെ പാർലമെന്റ് മെമ്പറാക്കി. അപ്പോ BJP കൊടുക്കുന്ന സന്ദേശം ഇതാണ് ജനങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ നിങ്ങളെ താങ്ങിക്കോളാം, നിങ്ങൾ പേടിക്കേണ്ട, ആരെ വേണമെങ്കിലും കൊന്നിട്ട് വരി, ആരെ വേണമെങ്കിലും വധിക്കാൻ ശ്രമിച്ചോളൂ, പ്രശ്നങ്ങളില്ല. ആ രീതിയിലാണ് BJP പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ഈ രാഷ്ട്രീയത്തോടും ഇവിടെയുള്ള ഭരണ സംവിധാനത്തോട് തന്നെ വിരക്തി തോന്നുകയാണ്. ഒരു വീഡിയോയ്ക്ക് നമ്മൾ വരുന്നത് വരെ, അടുത്തൊരു വീഡിയോ ചെയ്യുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. നമ്മുടെ വീഡിയോ കാണുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പുതിയ പുതിയ വീഡിയോകളാണ്. തൻ്റെ ഇടത്തോടുകൂടി സത്യസന്ധമായിട്ടുള്ള എന്തും പറയും, അല്ലാതെ കൃത്രിമമായി പറയുന്ന ഒരു ആഗ്രഹമില്ല. അത് എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാവുകയില്ല. സത്യം മാത്രം പറയുന്ന ഒരു ചാനലായി നിങ്ങൾ കണക്കാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.